അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറുല്ലാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എഴുതി വെച്ച കാലാകാലങ്ങളിൽ അമ്പിയാക്കൾ ജീവിതത്തിൽ ചൊല്ലിവന്ന വലിയ രഹസ്യങ്ങളടങ്ങിയ കുറച്ച് ഇസ്മകളുണ്ട്, 40ഓളം ഇസ്മുകൾ. അതിൻ്റെ ഓരോ ഇസ്മുകളും പറഞ്ഞു വരികയാണ്. ഇന്നത്തെ ഇസ്മ 11ാമത് ഇസ്മാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞു പോയ വീഡിയോകൾ ഇതിനകത്തുണ്ടാവും. കാണുക, പ്രചരിപ്പിക്കുക, പ്രവർത്തിക്കുക. അള്ളാഹു ഫലം തരട്ടെ. ഇജാസത്തോടെ വേണം ഇത് ചെയ്യാൻ എന്നത് ഫലം വർദ്ധിക്കാൻ ഒരു കാരണമാണ്. ഇജാസത്തില്ലാതെയും ചൊല്ലാം. ഇന്ന് പറയാൻ പോകുന്നതിന് ഇജാസത്ത് മാത്രമല്ല, മറ്റൊരു ഷർത്ത് കൂടിയുണ്ട്. ഇന്ന് ചൊല്ലുന്ന ഞാൻ പറയുന്ന ഇസ്മിനെ നിങ്ങൾ ചൊല്ലുമ്പോൾ ഇതിന് ഒരു പ്രത്യേക രഹസ്യം കൂടി അതിൽ നാം സൂക്ഷിക്കേണ്ടതുണ്ട്, രഹസ്യമായി സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞത്. അഥവാ ഈ ഇസ്മ ചൊല്ലി തുടങ്ങിയത് ഞാൻ ഈ ഇസ്മ ചൊല്ലുന്നുണ്ട് എന്ന് ആരോടും പറയരുത്. ഇത് കാരണമായി നമുക്ക് കിട്ടാൻ പോകുന്ന സാമ്പത്തിക നേട്ടം, അത് കിട്ടിയാൽ എനിക്ക് ഇത് ഇങ്ങനെ കിട്ടി, ഒരാൾ കൊണ്ടുവന്നു തന്നു, അല്ലെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് കിട്ടി എന്നാരോടും ഷെയർ ചെയ്യരുത്. ആരോടും നാമായിട്ട് പറയരുത് എങ്ങനെ കിട്ടിയെന്ന്. കടമുള്ള ആളുകൾ കടം വീടാൻ വേണ്ടി 360 വട്ടം ദിവസവും ഇത് ചൊല്ലിയാൽ അവന് കടം വീടാനുള്ള സമ്പത്ത് അള്ളാഹു എത്തിച്ചു കൊടുക്കും. പക്ഷേ ആരോടും പറയരുത്. ഇതിൻ്റെ ഷർത്തായിട്ട് പറയുന്നുണ്ട്, വലാ തൽഹർ സിർറഹു. ഇത് 360 മാത്രമല്ല, 1000 വരെ വർദ്ധിപ്പിക്കാം. 360 കഴിയുന്നവരങ്ങനെ, 400 കഴിയുന്നവരങ്ങനെ, 500 കഴിയുന്നവരങ്ങനെ. നമുക്ക് എത്ര കഴിയും അത്ര വർദ്ധിപ്പിക്കുക. 1000 വരെ വർദ്ധിപ്പിക്കാം. ദിവസം 1000 കഴിയുന്നവരങ്ങനെ. അതല്ലാത്തവർ 360, 340, 400, 500, അങ്ങനെ 360 മുതൽ 1000 വരെ വർദ്ധിപ്പിക്കാം. ചൊല്ലേണ്ട ഇസ്മിതാണ് യാ കബീർ. യാ കബീർ എന്ന് തുടങ്ങുന്നതാണ്. ഇതിന് തൗഅത്തുൽ കബീരിയ എന്ന ഈ ഇസ്മിന് പേരുണ്ട്. തൗഅത്തുൽ കബീരിയ, വഴിപ്പെടുത്തൽ, വലിയ വഴിപ്പെടുത്തൽ. ആളുകളെ മനസ്സ് വശീകരിക്കാൻ ചെയ്യേണ്ട രൂപവും പറയുന്നുണ്ട്. ഇപ്പം കടം വീടാനുള്ള ഒരു രൂപം ആദ്യം പറയാം, വഴിപ്പെടുത്തലൊക്കെ പിന്നെ നോക്കാം ഇൻഷാ അല്ലാഹ്. നാം ഇത് ചൊല്ലുമ്പോൾ യാ കബീർ എന്ന് തുടങ്ങുന്ന ഇസ്മാണ്. യാ കബീർ എന്ന് മാത്രം ചൊല്ലിയാലുള്ള ഫലം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പലരും വിളിച്ച് ഇജാസത്ത് ചോദിച്ചിട്ട്, അഥവാ വലിയ ഔലിയാക്കന്മാർ കൊടുക്കുന്ന പോലെ ഇജാസത്തൊന്നുമല്ല കേട്ടോ, അതിനൊന്നും കഴിവില്ല. നമുക്കാരോ ഇജാസത്ത് തന്നു, അവർക്ക് കിട്ടിയ ഔലിയാക്കളിലൂടെ എന്ന നിലയ്ക്ക് അതിനെ നിങ്ങൾക്ക് ഞാൻ ചൊല്ലിക്കുമെന്നും പറഞ്ഞ് നമ്മുടെ ക്ലാസ് കേൾക്കുന്ന നമ്മുടെ ശിഷ്യന്മാരായി മാറിയവർക്ക് ഉസ്താദിനോടൊന്ന് ചോദിച്ച് തുടങ്ങുമ്പോൾ ഒരു ബർക്കത്തല്ലേ, ആ നിലയ്ക്ക് നാം ചൊല്ലിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. യാ കബീർ, യാ കബീർ അൻതല്ലാഹുല്ലദീ ലാ തഹ്തദിൽ ഉഖൂലു ലിവസ്ഫി അളമതിഹി. യാ കബീർ, ഓ കബീറായ വലിയവനായ അല്ലാഹ്, അൻതല്ലാഹുല്ലദീ ലാ തഹ്തദിൽ ഉഖൂലു ലിവസ്ഫി അളമതിഹി. നിന്റെ വിശേഷണങ്ങളുടെ ഉന്നതമായ ആ അവസ്ഥയെ മനസ്സിലാക്കാൻ, അതിലേക്കെത്താൻ ബുദ്ധികൾക്ക് സാധിക്കില്ല, അഖലുകൾക്ക് സാധിക്കില്ല, ബുദ്ധിമാന്മാർക്ക് കഴിയില്ല. നിന്നെ മനസ്സിലാക്കാൻ കഴിയില്ല. അത്രയും അളമത്ത്, വണ്ണ, വലിപ്പം, മഹത്വം നിനക്കൊണ്ട്. അങ്ങനെയുള്ള കബീറെ, ഇത് കടം വിടാൻ വേണ്ടി മുടങ്ങാതെ ചൊല്ലുക. അത്ര ദിവസമൊന്നുമില്ല, മുടങ്ങാതെ ചൊല്ലിക്കൊണ്ടിരിക്കുക. കടം വിടാനുള്ള അവനുള്ള ആ സമ്പത്ത് എത്തുന്നത് വരെ ആരോടും ഈ രഹസ്യം വെളിപ്പെടുത്തരുത്. ഈ സംഭവം നിനക്ക് കടം വിടാനുള്ള, കടം തീരത്തക്ക വിധത്തിലുള്ള സമ്പത്ത് അള്ളാഹു നൽകും. പിന്നെ ഒരു മാസം പിറന്ന, അറബി മാസം പിറന്നു കഴിഞ്ഞാൽ 1 മുതൽ 15 വരെ മഗ്‌രിബിന് ശേഷവും പകലിലും ആയിട്ട് ഒരാൾ ഓതിയാൽ, അഥവാ ദിനം പ്രതി 21,000 വട്ടം ചൊല്ലുക.
സുബഹിക്ക് ശേഷം പകുതി, മഗ്‌രിബിന് ശേഷം പകുതി, അങ്ങനെ രാത്രി പകലുകളിലായിട്ട് തീർത്താൽ മതി. 10,000 10,000 10,000 10,000. എന്നാൽ അവൻ്റെ സമ്പത്ത് വർദ്ധിക്കും, സകലരും അവന് വഴിപ്പെടുകയും ചെയ്യും. വേറെ ഇതിലും വലുതൊന്നുണ്ട്, വേണേ പറയാം. ദിനം പ്രതി 7,000 വട്ടം ചൊല്ല, വേറെ ഒന്നാണ്. അത് 7 ദിവസം ഓതിയാൽ മതി. എത്ര വലിയ ആവശ്യവും അള്ളാഹു അവന് വീട്ടിക്കൊടുക്കും. അള്ളാഹു ഇത് ചെയ്യാനുള്ള ശക്തി നമുക്ക് തരട്ടെ, രഹസ്യമായി വെക്കാനുള്ള ടെൻഡൻസി നൽകട്ടെ. എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യുക. ആ ഓർമ്മ എന്നും നമുക്ക് നിലനിർത്തി തരട്ടെ. പരസ്പര ഈ സ്നേഹബന്ധം അള്ളാഹു സ്വർഗത്തിലെത്തുന്നവരെ നിലനിർത്തി തരട്ടെ. അറിവാണ് പകരുക, പകർത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.